കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ പി ദിവ്യയ്ക്ക് ഒരു നല്ല സർട്ടിഫിക്കറ്റ് നൽകിയിരിക്കുന്നത്. നവീൻ ബാബുവിൻ്റെ കൊലപാതകത്തിൽ പി ദിവ്യയ്ക്ക് വലിയ പങ്കൊന്നുമില്ല എന്നാണ് ജയരാജൻ വാദിക്കുന്നത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പം ഇങ്ങനെ പറയുന്നത്? കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ ഇന്നലെ അവിടെ ജില്ലാ ഓഫീസിൽ, പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നടത്തിയ പത്രസമ്മേളനത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. പി ദിവ്യ നിരപരാധിയാണ്. കാരണം നവീൻ ബാബുവിൻ്റെ കുടുംബം പറയുന്നു അദ്ദേഹത്തെ കൊന്നു കെട്ടിത്തൂക്കിയതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ദിവ്യക്കെതിരെ എടുത്തിരിക്കുന്ന കേസും ദിവ്യക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം എല്ലാം തെറ്റല്ലേ? ദിവ്യക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റമല്ലേ എടുത്തിരിക്കുന്നത്? അതെങ്ങനെ നിലനിൽക്കും എന്നാണ് ജയരാജൻ ചോദിക്കുന്നത്. ജയരാജൻ ദിവ്യയ്ക്ക് ഒരു ഗൗതം പറഞ്ഞതുപോലെ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ്, നിരപരാധിയാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എന്തോ നവീൻ ബാബുവിനെ ഞങ്ങൾക്കേ അറിയുള്ളൂ, നിങ്ങൾക്കാർക്കും അറിയില്ല, അയാൾ പാർട്ടിക്കാരനായിരുന്നു, ഞങ്ങളുടെ ആളായിരുന്നു, ഞങ്ങൾക്കറിയുന്നത് പോലെ നിങ്ങൾക്കറിയില്ല. ഇനി അദ്ദേഹത്തെ കൊന്നു കെട്ടിത്തൂക്കിയതാണെങ്കിൽ അത് അന്വേഷിക്കണം, അന്വേഷിച്ച് കണ്ടുപിടിക്കണം. ഞങ്ങൾക്കതിൽ എതിർപ്പൊന്നുമില്ല, അതൊക്കെ അന്വേഷിക്കട്ടെ, ആര് വേണമെങ്കിലും അന്വേഷിക്കട്ടെ, CBI വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല, ഞങ്ങൾക്ക് ആ കാര്യത്തിൽ ഭയമൊന്നുമില്ല. ഇതാണ് ജയരാജൻ്റെ ഭാഷ്യം. ജയരാജൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരു കാര്യം അദ്ദേഹം അടിവരയിടുന്നു, ഇനി അഥവാ നവീൻ ബാബുവിനെ ഞങ്ങൾക്കറിയാം, ഞങ്ങളുടെ പാർട്ടിക്കാരനാണ്, നവീൻ ബാബു ഇതുവരെ കൈക്കൂലിക്കാരനായിട്ടല്ല അറിയപ്പെട്ടിരുന്നത്, ഇനി അവസാന നിമിഷം അദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ല. ദിവ്യ പറഞ്ഞത് അദ്ദേഹം കൈക്കൂലി വാങ്ങിച്ചു എന്ന അർത്ഥത്തിലാണെങ്കിൽ പോലും ദിവ്യ പറഞ്ഞതിലെ അവസാന ഭാഗം ശരിയല്ല. അതായത് ഒരു ഭീഷണി ഉണ്ടായിരുന്നല്ലോ, നവീൻ ബാബുവിനെ കാണിച്ചു തരാം, 2 ദിവസത്തിനകം തെളിവുകൾ പുറത്തു വിടും എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണി ദിവ്യ നടത്തിയല്ലോ, അത് ശരിയായില്ല എന്ന് ജയരാജൻ പറയുന്നുണ്ട് വാർത്താ സമ്മേളനത്തിൽ. അതായത് ഒരു ബാലൻസിങ്, 2 വശത്തും തട്ട് ഉയർന്നും താഴ്ന്നും ഒന്ന് ചഞ്ചലപ്പെട്ട് നിൽക്കുന്ന വിധത്തിലാണ് ജയരാജൻ്റെ ഈ കമൻറ്റ് വന്നിരിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇക്കാര്യത്തിൽ പറയാതെ പറയുന്നൊരു കാര്യം, ദിവ്യ നിരപരാധിയാണെന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ തന്നെ പറയുകയാണ്. എങ്ങനെ? നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണ് എന്നവർ കോടതിയിൽ പറയുന്നതിലൂടെ ദിവ്യയല്ല ഈ കൃത്യത്തിന് പുറകിൽ, ദിവ്യ നിരപരാധിയാണ്, ആത്മഹത്യാ പ്രേരണ കുറ്റമല്ല തുടങ്ങിയ കാര്യങ്ങളാണ് ജയരാജൻ അവിടെ നിരത്തുന്നത്. കോടതിയിൽ എന്താണ് മഞ്ജുഷ ഇത് സംബന്ധിച്ച് പറഞ്ഞതെന്ന് ഒന്ന് വിശദീകരിക്കാം. കോടതിയിൽ നേരത്തെ തന്നെ കഴിഞ്ഞ 2-3 ദിവസം തന്നെ കോടതിക്ക് മുമ്പാകെ മഞ്ജുഷ വെളിപ്പെടുത്തിയത് തൻ്റെ ഭർത്താവിനെ ആത്മഹത്യയാണെന്ന് താൻ ഒരു കാരണവശാലും വിശ്വസിക്കുന്നില്ല, അതൊരു കൊലപാതകമാണ് എന്ന് സംശയിക്കുകയാണ് എന്നാണ് മഞ്ജുഷ കൃത്യമായിട്ടും കോടതിയിൽ പറഞ്ഞത്. അത് അവരുടെ അഭിഭാഷകൻ തന്നെ അതിനെ സ്ഥാപിക്കാനായിട്ട് നിരവധിയായിട്ടുള്ള തെളിവുകൾ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയിട്ടുണ്ട്. അതായത് നവീൻ ബാബുവിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ദുരൂഹതകൾ, അതിൽ വേണ്ടപ്പെട്ട ഒരുപാട് ഡീറ്റെയിൽസുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. സാധാരണ ഒരാൾ വീഴ്ചകൾ അതെ, വീഴ്ചകൾ അതിൽ ഒരുപാടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ. സാധാരണ ഒരാൾ ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിൽ വേണ്ട ഒരുപാട് ഇൻഫോർമേഷൻസ് നവീൻ ബാബുവിൻ്റെ കാണാനില്ല. അതോടൊപ്പം തന്നെ ഇൻക്വസ്റ്റിലെ ഒരുപാട് ദുരൂഹതകൾ, ഇൻക്വസ്റ്റ് റിപ്പോർട്ട് അത് ഏത് രീതിയിലാണത് എടുത്തത്, അതായത് കുടുംബത്തിൻ്റെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ ഒരു അടുത്ത ബന്ധുക്കളുടെയോ ഒരു ഇതില്ലാതെയാണ്, സാന്നിധ്യമില്ലാതെയാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. അങ്ങനെ തന്നെ അല്ലെ ഇൻക്വസ്റ്റ് നടപടികൾ. ഒരു കാര്യം ചോദിക്കട്ടെ, അതിനകത്ത് ഈ പറയുന്ന മഞ്ജുഷ, ഇതെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന മഞ്ജുഷ ഈ ദിവ്യയെക്കുറിച്ച് എന്തെങ്കിലും ആക്ഷേപം ആ കോടതിയിൽ ഉന്നയിച്ചിട്ടുണ്ടോ? ദിവ്യയുടെ ഈ പ്രസംഗത്തെക്കുറിച്ചോ അതിനെ തുടർന്ന് നവീൻ ബാബുവിനുണ്ടായ അപമാനത്തെക്കുറിച്ചോ അങ്ങനെ എന്തെങ്കിലും കാര്യം കോടതിയിൽ ഉന്നയിച്ചതായിട്ട് അറിയാമോ? ഈ മഞ്ജുഷ ദിവ്യയെക്കുറിച്ച് നേരത്തെ തന്നെ വ്യക്തമാക്കിയത് എന്താണ്? അവരെ എന്തിനാണ് ഈ വിളിക്കപ്പെടാത്ത അല്ലെങ്കിൽ ക്ഷണിക്കപ്പെടാത്ത ഒരു വേദിയിൽ അവരെന്തിനാണ് കയറി വന്നത്? ഒരു കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് ദിവ്യ ആ സമയത്ത്. അപ്പം അതോടൊപ്പം തന്നെ ഒരു പാർട്ടിക്കാരിയാണ്, ഒരു അടിയുറച്ച പാർട്ടിക്കാരിയാണ്. അങ്ങനെ ഒരു പാർട്ടിക്കാരി ഇത്തരം ഒരു വേദിയിൽ, അതും ഒരു ADM-ന് കൊടുക്കുന്ന ഒരു യാത്രയയപ്പ് വേദിയിൽ അങ്ങനെ വലിഞ്ഞു കയറി വരില്ല. അപ്പം ആരുടെയോ നിർദ്ദേശം കൃത്യമായിട്ട് ദിവ്യക്കുണ്ട്. അതുമാത്രമല്ല, ദിവ്യ നിഷ്കളങ്കമായിട്ടല്ലല്ലോ അവിടെ കയറി വന്നത്. ഒരു ക്യാമറാമാനും ഒക്കെ കൂട്ടി തൻ്റെ പ്രസംഗം ചിത്രീകരിക്കുകയും പിന്നീട് വൈറലാക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ദിവ്യ വന്നത്. നമുക്കതിനെ കൂട്ടി വായിക്കാം ആ 2 സംഭവങ്ങളെ. അതായത് മഞ്ജുഷ പറയുന്നു ദിവ്യ ഇദ്ദേഹത്തെ അപമാനിക്കാനാണ് വന്നത്, ക്ഷണിക്കപ്പെടാത്ത ചടങ്ങിൽ അതിഥിയായി വലിഞ്ഞു കയറി വന്ന് നവീൻ ബാബുവിനെ കുറേ ചീത്ത പറഞ്ഞിട്ട് അത് വീഡിയോയിൽ ചിത്രീകരിച്ച് ഇറങ്ങിപ്പോയി. എന്നിട്ട് ആ വീഡിയോ ഏകപക്ഷീയമായിട്ട് അത് വൈറലാക്കുകയും ചെയ്തു. ഇതാണ് മഞ്ജുഷ ദിവ്യയെക്കുറിച്ച് പറയുന്നത്.
അതേസമയം കോടതിയിൽ മഞ്ജുഷ കൃത്യമായിട്ട് പറയുന്നു നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയല്ല, ഒരു കൊലപാതകമാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. അദ്ദേഹത്തെ കൊന്ന് കെട്ടിത്തൂക്കിയതാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വീഴ്ചകൾ, പോസ്റ്റ്മോർട്ടം നടപടിക്രമങ്ങളിലെ വീഴ്ചകൾ, ഇൻക്വസ്റ്റിലെ പോരായ്മകൾ, ഒപ്പം ഇതിലെ വൈരുദ്ധ്യങ്ങൾ, അതും ഒരു പ്രധാന ഘടകമാണ്. ഇൻക്വസ്റ്റിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും പോസ്റ്റ്മോർട്ടത്തിൽ വ്യക്തതയില്ല. ആ രക്തക്കറയുടെയും കാര്യം അത് വളരെ വ്യക്തമാണല്ലോ. ഇതിൻ്റെ എല്ലാം വെളിച്ചത്തിൽ ഈ വൈരുദ്ധ്യങ്ങളെല്ലാം വെച്ചുകൊണ്ടാണ് CBI അന്വേഷണം ആവശ്യപ്പെടുന്നത് മഞ്ജുഷ. അപ്പോൾ ജയരാജനും ചെയ്തത് അത് തന്നെയാണ്. മഞ്ജുഷയുടെ വാദഗതികളെ മുന്നിൽ വെച്ചുകൊണ്ട് ഇത് മഞ്ജുഷ പറയുന്നു ഇത് കൊലപാതകമാണെന്ന്. അങ്ങനെയാണെങ്കിൽ ദിവ്യ നിരപരാധിയല്ലേ? ദിവ്യക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം എന്താ? ആത്മഹത്യാ പ്രേരണ കുറ്റമാണ്. ദിവ്യ ഇദ്ദേഹത്തെ അപമാനിച്ചു, അവിടെ കയറി വന്നു, ഇതൊക്കെ പറഞ്ഞു. അത് സാധൂകരിക്കാൻ വേണ്ടി ജയരാജൻ ഒരു കാര്യം കൂടി പറയുന്നു. എന്താ? നവീൻ ബാബു കൈക്കൂലിക്കാരനാണെന്നുള്ള ചരിത്രം ഇതുവരെ ഇല്ല. നവീൻ ബാബുവിന് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. നവീൻ ബാബു നല്ല ആളാണ്, ഞങ്ങളുടെ ആളാണ്, ഞങ്ങൾക്കേ അറിയുള്ളൂ അദ്ദേഹത്തെ, നിങ്ങൾക്ക് അറിയില്ല. പത്രക്കാരോട് പറയുക, നിങ്ങൾക്കറിയില്ല, ഞങ്ങൾക്കേ അറിയുള്ളൂ അദ്ദേഹത്തെക്കുറിച്ച് എന്നെല്ലാം പറഞ്ഞ് നവീൻ ബാബുവിന് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് അദ്ദേഹം അവസാനം ഒരു ചെറിയ തോണ്ട് ദിവ്യയ്ക്ക് കൊടുക്കുന്നുണ്ട്. എന്താ? ഇതൊക്കെ ശരിയാണ്. ഇനിയിപ്പം നവീൻ ബാബു കൈക്കൂലി വാങ്ങിച്ചെന്ന് തന്നെ ഇരിക്കട്ടെ, പക്ഷേ ദിവ്യ അവസാനം പറഞ്ഞ ആ കാര്യം ശരിയായില്ല. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയതും അദ്ദേഹത്തിനെതിരെ തെളിവുകൾ പുറത്തുവിടും, അങ്ങനെ ചെയ്യും, ഇങ്ങനെ ചെയ്യും, അത്തരം കാര്യങ്ങളൊന്നും ശരിയായില്ല. ആ അവസാന ഭാഗം ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ്. അതായത് വളരെ കൃത്യമാണ്, ദിവ്യയെ രക്ഷിക്കാനുള്ള, ദിവ്യയ്ക്ക് അടിയുറച്ച പിന്തുണ കൊടുക്കുന്ന ഒരു നിലപാടാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി സ്വീകരിച്ചിരിക്കുന്നത്, എന്ന് വെച്ചാൽ പാർട്ടി സ്വീകരിച്ചിരിക്കുന്നത്. എന്തെങ്കിലും അക്കാര്യത്തിൽ എതിരഭിപ്രായം? ദിവ്യ എവിടെ എത്തിയത് തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ഉന്നത നേതാവിന്റെ നിർദ്ദേശത്തിന്റെ പുറത്തായിരിക്കും. തീർച്ചയായിട്ടും അതിനുള്ള സാധ്യത. അതുകൊണ്ടാണല്ലോ മഞ്ജുഷ ആദ്യമേ പറഞ്ഞത് ഇതേക്കുറിച്ച് അന്വേഷിക്കണം. ദിവ്യ എന്തിനിവിടെ വന്നു? വലിഞ്ഞു കയറി വന്നതാണ്, ക്ഷണിക്കപ്പെടാത്ത അതിഥിയാണ് അല്ലേ? ജില്ലാ പഞ്ചായത്ത് അംഗത്തിനകത്ത് ജില്ലാ പഞ്ചായത്ത് ചെയർമാന് അല്ലെങ്കിൽ ചെയർപേഴ്സണ് എന്ത് കാര്യം ഇവിടെ? ഇത് ജീവനക്കാരുടെ ഒരു കൂട്ടായ്മ. അത് ജീവനക്കാരവർക്ക് യാത്രയയപ്പ് കൊടുക്കുന്നു, ഒരാളിന് സ്ഥലം മാറിപ്പോകുന്ന ഒരാളിന് യാത്രയയപ്പ് കൊടുക്കുന്നു. അതിനകത്ത് ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയ്ക്ക് എന്ത് കാര്യം? ആ ചോദ്യത്തിന് പ്രസക്തിയുണ്ട്. പക്ഷേ ജയരാജൻ ഇപ്പുറത്ത് നിന്ന് ചൂണ്ടിക്കാണിക്കുന്ന കാര്യവും അത് തന്നെയാണ്. ഇവിടെ ദിവ്യ നിരപരാധിയാണ്. കാരണം മഞ്ജുഷ തന്നെ പറയുന്നു നവീൻ ബാബുവിനെ കൊന്നു കെട്ടിത്തൂക്കിയതാണ്. ഇത് സത്യത്തിലൊരു ആസൂത്രിതമായ ഒരു പദ്ധതിയാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായിട്ടും ഈ CBI അന്വേഷണത്തെ അട്ടിമറിക്കാനും അല്ലെങ്കിൽ ഈ പോലീസ് അന്വേഷണത്തിലെ വീഴ്ചകൾ മറച്ചു വയ്ക്കാനും വേണ്ടിയിട്ട് എന്തൊക്കെയോ കരുതിക്കൂട്ടിയുള്ള ശ്രമങ്ങൾ പാർട്ടി ജില്ലാ നേതൃത്വത്തിൽ നിന്ന് ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം നമ്മൾ. കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പ്, കുറച്ച് 2-3 ദിവസങ്ങൾക്ക് മുമ്പ് വീണാമണി ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിയ ബൈറ്റിൽ കൃത്യമായിട്ട് കുറച്ച് കാര്യങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുന്നു. അതായത് നവീൻ ബാബുവിനെ കൊട്ടേഷൻ സംഘം മുനീശ്വരൻ കോവിലിന്റെ പരിസരത്ത് നിന്ന് കാറിൽ പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് താൻ കണ്ടു എന്നാണ് ഈ വീണാമണി അടക്കമുള്ളവർ പറയുന്നത്. അത് എത്ര വിശ്വസനീയമാണെന്നുള്ളതാണ് ചോദ്യം. CBI വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വീണാമണിയുടെ മൊഴിയും എടുക്കും. അവരിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ, അതൊരു സത്യസന്ധമാണെന്ന് വ്യക്തമാവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും അവരെ ചോദ്യം ചെയ്യും, അവരുടെ മൊഴി എടുക്കും. അത് വളരെ ശാസ്ത്രീയമായിട്ട് തന്നെ എടുക്കും. കാരണം നമുക്ക് ഇപ്പോഴും ഇവിടെ ഒരുപാട് ദുരൂഹതകൾ നിൽക്കുന്നുണ്ട്. ഈ മുനീശ്വര കോവിലിന് വന്നതിന് ശേഷം ഇദ്ദേഹം ക്വാർട്ടേഴ്സിൽ എത്തിയതെങ്കിൽ അത് എങ്ങനെ എത്തി? ഇടയ്ക്ക് അങ്ങനെ ഒരു വാദം കേട്ടു, ക്വാർട്ടേഴ്സ് പൂട്ടി താക്കോല് കൊടുത്തിരുന്നു, നേരത്തെ തന്നെ കൊടുത്തിരുന്നു, അദ്ദേഹം പിന്നെ എന്തിന് ക്വാർട്ടേഴ്സിലേക്ക് പോയി? പക്ഷേ ഒരു സ്ഥിരീകരണം കൃത്യമായിട്ട് കിട്ടുന്നില്ല, വരുന്നില്ല. കാരണം പോലീസ് അന്വേഷണത്തിൽ ഒരുപാട് വീഴ്ചകളുണ്ട്. പോലീസാണ് ഇക്കാര്യം സ്ഥിരീകരിക്കുന്നത്. ഈ കാര്യങ്ങളൊന്നും അന്വേഷിച്ചിട്ടില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. ജയരാജന്റെ ഈ സ്റ്റേറ്റ്മെന്റ്, ഈ പ്രസ്താവന, ഈ വാർത്താ സമ്മേളനത്തിലെ ഈ പ്രസ്താവന വളരെ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. വളരെ കൃത്യമായിട്ട് ദിവ്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് നടത്തിയിരിക്കുന്നത്. ദിവ്യ നിരപരാധിയാണ്, ദിവ്യ നിരപരാധിയാണെന്ന് പറയുന്നത് ഞങ്ങളല്ല, മഞ്ജുഷ തന്നെയാണ് എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത്, അല്ലേ? അതെ, അങ്ങനെ തന്നെയാണ്.